സദ്ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം സംസരസ്വത്യേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രിയപ്പെട്ടവരെ, ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമുക്ക് മത്സ്യാവതാരത്തെ പറ്റി ശ്രദ്ധിക്കാം. അങ്ങനെ മത്സ്യമൂർത്തിയായിരുന്ന ഭഗവാൻ പ്രിയവ്രതനോട് പറയുന്ന ആ ഭാഗങ്ങളാണ് നമ്മൾ ഇനി അവലോകനം ചെയ്യാൻ പോകുന്നത്. മത്സ്യമൂർത്തി പറയുന്നു, കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രയമോളമേറിടും പ്രളയാമ്പുതോ ഒഴുകിയിടും മേളമായി അതിൽ കളിച്ചിടുവാൻ അപേക്ഷ കൊണ്ട് ആരംഭിച്ചതോ മത്സ്യവിഗ്രഹമിതുകാലം. അങ്ങനെ ആ ഏഴാം നാള് ഉണ്ടാകുന്ന ആ പ്രളയം, അതിൽ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ മത്സ്യസ്വരൂപത്തെ സ്വീകരിച്ചതാണെന്ന്. വേദങ്ങൾ അപഹരിച്ചിടും ദാനവനെ കൊന്നാതരാൽ അതു ദാതാവിനു നൽകണം താനോ. മേലിലിങ്ങുലകിടമൊക്കവേ മുഴുകുമ്പോൾ കീലാലനിധിയിൽ നീതാനകപ്പെടും മുമ്പേ ഔഷധി കുലാനാം ബീജങ്ങളും ഒക്കെയും എടുത്ത് ഈശ്വരനിയെ കരതാരിൽ ഗ്രഹിച്ചുടൻ വാഴുക വേണമെന്നാൽ ഏഴാം നാൾ ഉലകിടമാഴികൾ ചുഴന്നാഴേ പോയി മുഴുകുമ്പോൾ നീ അതിൽ വലഞ്ഞുഴന്നിടുന്നോരളവ് കാണായി വരും. അടുത്തൊരു തോണി വന്നുയരവേ ആ തോണി തന്നിൽ കരയേറുക ഭവാൻ മുതിർന്ന് അത്യരമോ സപ്തർഷികൾ തമ്മോടുമെന്നാലപ്പോൾ ചിത്തസംഭ്രമത്തോടും അബ്ധിയിൽ തിരകളിച്ചത്രയുമുഴന്ന് അങ്ങോടിങ്ങോട്ടു നടക്കുമ്പോൾ സത്വരമുനികളാൽ പ്രേരിതനായുള്ള നീ മൽധ്യാനം തുടങ്ങുമ്പോൾ അന്തികേ വന്നിടുവൽ. മുൻപിൽ വന്നെടുത്തു കാണായി വരുന്നളവ് എന്റെ കൊമ്പോട് ചേർത്തു ബന്ധിച്ചിടുക തരണിയോ. പറയുന്നു, ആ പ്രളയജലത്തിൽ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ മത്സ്യവിഗ്രഹത്തെ പ്രാപിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, വേദാവിൽ നിന്ന് വേദങ്ങൾ അപഹരിച്ച ആ അസുരനെ, ഹയഗ്രീവനെ കൊന്ന് വേദങ്ങളെ യഥാസ്ഥാനത്ത് നൽകി ബ്രഹ്മദേവന് നൽകിക്കൊണ്ട് ഭൂമിയെ പരിപാലിക്കണം എന്ന്. അങ്ങനെ ഈ പ്രളയം വരുമ്പോൾ എല്ലാം നശിക്കുമല്ലോ. അപ്പൊ നീ ഓരോ സസ്യജാലങ്ങളുടെ, വൃക്ഷത്തിന്റെ, ഔഷധിയുടെയൊക്കെ ആ പ്രധാനമായ അതിന്റെ ബീജത്തെ സ്വീകരിച്ചുകൊണ്ട് നീ ഒരു തോണി വന്ന് കാണാൻ പറ്റും, ഒരു കപ്പല്, അതിലേക്ക് കയറുക. അതിൽ സപ്തർഷികൾ ഉണ്ടായിരിക്കും, നീ അതിൽ കയറിക്കോളൂ എന്ന് പറയും. അപ്പോൾ പ്രളയാനന്തരം ഈ സൃഷ്ടികളുടെ ഉത്ഭവത്തിന് ആവശ്യമായ അതിന്റെ ബീജങ്ങളെ ശേഖരിക്കുക എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ ഔഷധി കുലത്തിന്റെയൊക്കെ ബീജങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കപ്പലിൽ കയറി ഈ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ആ പ്രളയവും വന്ന് കാണപ്പെട്ടു. അവിടെ ഒരു മകര മത്സ്യത്തെയും കാണപ്പെട്ടു. ഞാനത് വലിച്ചുകൊണ്ട് അങ്ങോട്ടിങ്ങോട്ടു നടന്ന ആനന്ദം വളർത്തു നിന്നീടുവൻ. നിനക്കപ്പോൾ മനസ്സേ വൈരാഗ്യമുണ്ടായി വന്നിടും. എന്നെ ധ്യാനിക്കൊണ്ട് മനഃശുദ്ധിയും താനേ വരൂ. അപ്പൊ പറയുന്നു, നീ കെട്ടിയ ആ തരണിയിൽ സപ്തർഷികളോടുകൂടിയ നിന്നെ ഈ പ്രളയ ജലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കും. അപ്പോൾ നിനക്ക് മാനസ വൈരാഗ്യമുണ്ടാകും, ഭക്തിയും വർദ്ധിക്കും. എങ്ങനെയാണ് ഭക്തി വർദ്ധിക്കുക? പ്രളയമുണ്ടായാൽ എല്ലാം അവശേഷിക്കും. അങ്ങനെ ഒന്നിനും സ്ഥിരമായ ഒരു നിലനിൽപ്പില്ല എന്നുള്ള സത്യം അവശേഷിക്കും. തനിക്കുള്ളവരൊക്കെ പോയി, തന്നോടൊപ്പം ഉണ്ടായിരുന്നവര് ഇന്ന് കാണാനില്ല. അതുവരെ ഉണ്ടായിരുന്നവരല്ല ഇപ്പോൾ തന്നോടൊപ്പമുള്ളത്. ഈ ഉള്ളവരെല്ലാം തന്നെ ഏകാധിപനായ ഭഗവാന്റെ നിയന്ത്രണത്തിലുള്ളവരുമാണ്. ഇപ്രകാരം തത്വബോധം ഉള്ളിൽ ഉറയ്ക്കും. അതുകൊണ്ടാണ് പിന്നെ
പ്രളയം കഴിഞ്ഞ് വീണ്ടും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ കണ്ട പ്രളയകാലത്തുള്ളതൊന്നുമല്ല പിന്നീടുള്ള അവസ്ഥ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ലോകം സ്ഥായിയായി ലോകത്ത് നിലനിൽക്കുന്ന ഒന്നുമില്ലെന്നും ഈശ്വരൻ മാത്രമേ എന്നുള്ള ബോധത്തെ ഉറപ്പിക്കാൻ കഴിയും. അപ്പോഴാണ് ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈശ്വരന്റെ ഭക്തിയും ഈശ്വരനോടുള്ള ഭക്തിയും വർദ്ധിക്കുമെന്ന് പറയുന്നു. എന്നെ ധ്യാനിക്കൊണ്ട് മനഃശുദ്ധിയും താനേ വരും അക്കാലം തവ മനഃശുദ്ധി കണ്ട് ആത്മജ്ഞാനം ഉൾക്കാമ്പിൽ ഉപദേശം ചെയ്ത് ഉടനുണർത്തുവിൻ ഭക്തിയും ആനന്ദ സംസിദ്ധിയായെത്തോ നിനക്ക് അത്യന്തം മേന്മേൽ നന്നായി വരികയെന്ന് ഇത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സരൻ അരുൾ ചെയ്തു സമുദ്രാന്തർഭാഗേ താൻ മറഞ്ഞരുളിനാൻ. ഇപ്രകാരമൊക്കെ നിർദ്ദേശിച്ച് ഭഗവാൻ ആ സമുദ്രജലത്തിലേക്ക് അന്തർധാനവും ചെയ്തു. പൃഥ്വീശൻ സത്യവ്രതൻ താനും അവണ്ണം തന്നെ വിത്തെല്ലാം എടുത്തുകൊണ്ടൊരുങ്ങി പാർത്തിയിടിനാൽ സത്വരോ അരുൾ ചെയ്ത വണ്ണം അങ്ങേഴാം ദിനമധ്യയിൽ ത്രൈലോക്യവും മഗ്നമായി വന്നു ബലാൽ. വീണ്ടും പറയുന്നുണ്ട് 7 ഏഴാം ദിവസം അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ എല്ലായിടത്തും ജലം നിറഞ്ഞു. ചിത്തത്തിൽ ജഗന്നാഥനെയും ധ്യാനിച്ചുകൊണ്ട് അത്തരണ്യെ നീന്തും പൃഥ്വീശൻ അതുകാലം മുൾപ്പാടങ്ങടുത്തു കാണായിതു ധരണിയും സപ്തർഷി പ്രവരരോടൊത്ത് അതിൽ കരേറിനാൻ തോണിയും കരയെങ്ങും കാണാതെ പലകാലം താണു പോകാതെ മേന്മേലോളങ്ങൾ കളിക്കുമ്പോൾ ദീനതയൊഴിഞ്ഞൊരു മനസ്സേ നാരായണ ധ്യാനമുൾ ചേരും മുനിമാരുടെ നിയോഗത്താൽ മാനവപ്രവരനോ മീന വിഗ്രഹനായ ദീനവത്സരൻ തന്നെ ധ്യാനിച്ചു മേവിടിനാൾ. ആ കാരണജലതയിൽ ആ കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഋഷീശ്വരന്മാരുടെ ആ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഈശ്വരനെ ധ്യാനിക്കുക എന്നുള്ള മഹാത്മാക്കളുടെ ആ അമൃതവാണികളെ കേട്ട് ആ പ്രിയവൃതനും ഭഗവാനെ ധ്യാനിക്കുന്നതിൽ ധ്യാനനിരതനായി. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം അവലോകനം ചെയ്യാം.